പാട്ടിന്റെ പൊൻപുലരിയിൽ മധുര രാഗവിരുന്നൊരുക്കിയ മലപ്പുറംകാരി നമ്മുടെ ദ്രൗപദി കുട്ടി. സോ വെൽക്കം ദ്രൗപദി ഓൺ സ്റ്റേജ്. അയ്യോ ഇത് എന്താ പൂക്കളാണോ ഡ്രസ്സില്? ഫാന്റാസ്റ്റിക്. ആ കോമ്പിനേഷൻ ബ്ലാക്കും ഓറഞ്ചും. ഓ ഇത് അമ്മമ്മയും അമ്മച്ചനും എടുത്തന്നെ വാങ്ങിച്ചു തന്നതാ. നല്ല കോസ്റ്റ്യൂം സെൻസ് ഉണ്ട് അല്ലേ അവർക്ക്? പിന്നെ തീർച്ചയായിട്ടും കളർ സെൻസ് ഉണ്ട്. അത് പറയുമ്പോ അപ്പുറത്തിരിക്കുന്ന ആളെ നോക്കൂ, സ്വയം പുളകിതനായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഈ അടുത്തിരിക്കുന്നത് അത് എപ്പോഴും അങ്ങ് പുളകിതനാ. ആര് പുതിയ ഡ്രസ് ഇട്ടുണ്ടോ എന്നാലും അണ്ണനാ രോമാഞ്ചം. അവരുടെ കുടുംബക്കാർക്ക് എല്ലാവർക്കും ഇല്ല. ഇന്നലെ ഞാൻ വെട്ടിക്കളഞ്ഞു. ഇന്ന് MG ഞങ്ങളുടെ ഷർട്ട് നോക്ക്, കംപ്ലീറ്റ് എഴുത്താ, ന്യൂസ് പേപ്പറാണ്. ഫുൾ ലവ് 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 എന്ന് എഴുതി ഒന്നുമല്ല ഉണ്ട് അതില് മൊത്തം. ഇതാര് പറഞ്ഞു വായിക്കാൻ വിടുന്നുണ്ട്? ഞാൻ വേറെ ഒരു ജോലിയില്ലേ? നല്ല വാക്കല്ലേ അത്? ഞാനിതുവരെ വായിച്ചില്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ ലവ് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് അല്ലേ? നല്ല എന്നാലും ഇതിന്റെ അത്ര അല്ല കേട്ടോ. ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറക്കുന്നു. അതുപോലെ പാട്ടിലും പറക്കണം നമുക്ക്. അപ്പൊ കഴിഞ്ഞ 100/100 അല്ലേ? അപ്പൊ ഇത്തവണ അത് വാങ്ങിക്കണം. വാശി വേണം. വെറും വാശി പോരാ, കടും വാശി വേണം. റിലാക്സ് ആയിട്ട് നിന്ന് പാടും. നല്ലൊരു പാട്ടാണ്, രാജാ സാറിന്റെ പാട്ടാണ്. കാലാപാനി എന്നുള്ള സിനിമയിലെ പാട്ടാണ്. അതിന് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പൊ കണ്ടോ, താരരി അങ്ങനെ വന്നാ പോയി താരരി താരരി. അങ്ങനെ ആ കട്ടിങ്സ് എല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ച് പാടും. അതുപോലെ പാടും. കാര്യം രാജാ സാറിന്റെ പാട്ടാണ് അത്. അദ്ദേഹം മാറ്റി പാടാൻ ഒട്ടും ഇഷ്ടമുള്ള മനുഷ്യനെ അല്ല. അതുകൊണ്ടാണ് സമ്മതിക്കത്തില്ല സാർ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. താങ്ക് യു.
തേക്കുമരക്കൊമ്പിൽ ചായും